വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുളത്ത്. മന്ത്രമൂർത്തികളെ വെച്ച് ആരാധിക്കുന്ന അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മികളുടെ വീട്ടിൽ, അതുമല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യാതെ തന്നെ വെച്ച് ആരാധിക്കുന്ന ദൈവ സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങളിൽ ചില സമയങ്ങളിൽ ബന്ധനങ്ങൾ വരാറുണ്ട്. നല്ല കർമ്മികളായാലും ശരി, കർമ്മസ്ഥാനായാലും ശരി, ശക്തമായിരിക്കുന്ന ബന്ധനങ്ങൾ വരാറുണ്ട്. അത്തരം ബന്ധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ശക്തി നിശേഷം നശിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് ശക്തമായിരിക്കുന്നതായ അശുദ്ധി. സാധാരണ ഈ മെൻസസ് പോലുള്ളതായ സമയങ്ങളിൽ ഈ ദൈവങ്ങളിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് വരികയോ അവരെ തൊട്ട് ഈ ക്ഷേത്രത്തിലേക്ക് വരികയോ പൂജയ്ക്ക് നിൽക്കുകയോ ചെയ്യുമ്പോൾ അശുദ്ധിയായിട്ട് വരും. ഇനി ചില പ്രേതബന്ധങ്ങൾ ഉണ്ടെങ്കിലും അത് പ്രേത അശുദ്ധിയായിട്ട് വരിക വളരെയധികം ദുരിതങ്ങളാണ്. ഇനി ആ കുടുംബത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ളതായ ചില പ്രേതാത്മാക്കളുടെ ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ അത് അതിലേറെ കഷ്ടങ്ങളായിരിക്കുക. ഒരു കുടുംബം നാലാമയിടത്ത് വേണ്ടപ്പെട്ട ചില വ്യക്തികളിൽ അവർ മരണപ്പെട്ടു. സാധാരണ മരണപ്പെട്ടു പോയ തന്നെ വിഷമങ്ങളാണ്. കാരണം അവരുടെ ഗുരുമുത്തച്ഛന്മാരും എല്ലാം ഇരിക്കുന്നത് ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെ മെയിൻ മൂർത്തികളോട് കൂടിയിട്ടാണ് ആ ഗുരുമുത്തച്ഛനൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ആദ്യ ഗുരുമുത്തച്ഛനോട് കൂടിയിട്ട് തന്നെ ഈ പ്രേതാദികളൊക്കെ വിലയം പ്രാപിക്കും. അങ്ങനെ വരുമ്പോൾ അത് ദുരിതങ്ങളോ അശുദ്ധികളോ ഉള്ളതായ പ്രേതങ്ങളാണെങ്കിൽ പ്രേതങ്ങളെല്ലാം ഒരേപോലെ തന്നെയാണ്. അപ്പൊ അവർക്ക് ചില അശുദ്ധി എന്ന് പറയുമ്പോൾ അവരെ പ്രേത ദുരിതങ്ങളായിട്ടിരിക്കുക, മരണപ്പെട്ടു പോയിട്ട് അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യാതെ അവർ ദുരിതങ്ങളിലിരിക്കുന്നതായ സമയങ്ങളിൽ ഇത്തരം ദൈവങ്ങളെ ക്ഷേത്ര സാന്നിധ്യത്തിലേക്ക് അവരെ സാന്നിധ്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാക്കുക. ഇപ്പൊ ആ കർമ്മികളാണ് മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ ആ മരണപ്പെട്ടു പോകുന്നതിന് മുൻപ് അവരുടേതായ സാന്നിധ്യത്തിന്, ആ ദേവസാന്നിധ്യത്തിന്, അവരുടെ ശരീരത്തിലുള്ളതായ ആ ദൈവ സാന്നിധ്യത്തിന്, അതായത് വെച്ച് പൂജിക്കുന്നതായ കുടുംബ നാലാമേടത്തിൽ വെച്ച് ആരാധിക്കുന്നതായ മൂർത്തിഭാവങ്ങളുടെ സാന്നിധ്യം ആ ശരീരത്തിലുണ്ടെങ്കിൽ ആ വ്യക്തി മരിക്കുന്നതിന് മുൻപ് ഇതിനെ ഒഴിഞ്ഞു മടക്കി ആ ദൈവസ്ഥാനത്തേക്ക് സമർപ്പിക്കുകയോ അല്ലാത്ത പക്ഷം അതിൻ്റെ അനന്തരവന്മാര് ദേഹത്തിന്റെ താഴെ വരാവുന്ന ആരാച്ചെങ്കിൽ അത് സ്വീകരിക്കുകയോ ചെയ്യാത്ത പക്ഷം ആ വ്യക്തി മരിക്കുമ്പോൾ ആ ഇതോടുകൂടിയിട്ട് തന്നെ ഈ ആത്മാവിനോട് കൂടിയിട്ട് തന്നെ ഈ മൂർത്തികൾ സെറ്റായിട്ട് നിൽക്കുക. അപ്പൊ അതൊരു ദുരിത മരണമാണെങ്കിലോ, സാധാരണ ദുരിത മരണം എന്ന് പറഞ്ഞാല് തൂങ്ങി മരണം, വിഷം കഴിച്ചിട്ടുള്ള മരണം, അഗ്നി കൊളുത്തിയിട്ടുള്ള മരണം, വെള്ളത്തിൽ വീണിട്ടുള്ള മരണം, അപകടം, ഈ ആക്സിഡന്റ്, മറ്റേ ഈ വാഹനത്തിൽ നിന്ന് വീണിട്ടോ അല്ലെങ്കിൽ മുകളിൽ തെങ്ങുന്ന മരത്തിൽ നിന്നൊക്കെ വീണിട്ട് വൃക്ഷത്തിൽ നിന്നൊക്കെ വീണിട്ട് മരിക്കുന്നത്, അതൊക്കെ വളരെയധികം ദുരിതങ്ങളാണ് ഉണ്ടാകുക. ദുരിതങ്ങളുള്ളവർക്ക് തന്നെ ഇതേപോലെ തന്നെ ദുരിതാവസ്ഥകൾ അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ മരണാവസ്ഥയൊക്കെ മാടി വിളിക്കുന്ന പോലെ അവിടേക്ക് എത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ദുരിതങ്ങള് ഉള്ള സമയത്ത് ആ വ്യക്തികള് ആ ദുരിതങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ അവർക്ക് ഒരുപാട് കഷ്ടതകളും ദുരിതങ്ങളും അവരുടെ വീട്ടിലും ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നോക്കാനോ ഇതിന് വേണ്ട പരിഹാരങ്ങളോ ചെയ്യാനോ ശ്രമിക്കാതിരുന്നാൽ അല്ലെങ്കിൽ ചെയ്യാതിരുന്നാൽ ഈ വ്യക്തികൾ വൈകാതെ തന്നെ അവരുടെ ശരീരത്തിൽ കുടിയേറിക്കുന്നതായ പ്രേത സാന്നിധ്യങ്ങൾ ഏതു തരത്തിലാണോ മരണപ്പെട്ടു പോയിട്ടുള്ളത് അതേ അവസ്ഥയിലോ മറ്റോ അവരും മരണത്തിലേക്ക് തന്നെ കൂപ്പുകുത്തേണ്ട അവസ്ഥ ഉണ്ടാവും. കാരണം ആ മരണപ്പെട്ടു പോയിരിക്കുന്ന പ്രേതാത്മാവിനോട് കൂടി ഇണചേരാനായിട്ട് മനുഷ്യരൂപത്തിലുള്ളതായ അവസ്ഥയ്ക്ക് കഴിയില്ല. അപ്പൊ അതിനെ പ്രേതാത്മാവായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് അവർക്ക് അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ സമയങ്ങൾ അനുകൂലമല്ലാതിരിക്കുക, അപ്പോൾ അതേപോലെ ഏഴരശനി കണ്ടകശനി പോലുള്ള അവസ്ഥകൾ, വീട്ടിലെ ചില ദുരിതങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ മാനസികമായിട്ട് വളരെയധികം കഷ്ടത്തിലിരിക്കുന്ന വ്യക്തികളിലായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ പോലുള്ളതായ പ്രേതാത്മാക്കളൊക്കെ എത്തിപ്പെടുക. അപ്പൊ അവർക്ക് എത്രയും പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് വിട്ടുപോകണം എന്നുള്ളൊരു ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ മരണപ്പെട്ടു പോകുമ്പോൾ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ ഉപാസകന്മാരാണ് ഇത്തരം ദുരിതമരണം ഉണ്ടാവുന്നതെങ്കിൽ ആ പ്രേതാത്മാവ് വളരെയധികം ദുരിതത്തിലായിട്ട് പിന്നെ വരിക, ഉപദ്രവകാരിയായിട്ട് വരിക. അവർ മരണപ്പെട്ടു ഒരു 6 മാസം കഴിയുമ്പോഴേക്കിനും ഈ മരിച്ചിട്ടുള്ള ആ വ്യക്തിനെ അവരുടെ ബന്ധുക്കള് അറിയാത്ത തരത്തില്
ഇത് അങ്ങനെ ദുരിതമായിട്ട് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയി ഇതിന് കൃത്യമായിട്ടുള്ള കർമ്മങ്ങളോ കാര്യങ്ങളോ ചെയ്തില്ല വെച്ചെങ്കിൽ ഇത് പ്രേതാത്മാവായിട്ട് തന്നെ മാറാനായിട്ട് തുടങ്ങും. ഒരു 6-7 മാസം ആകുമ്പോഴേക്കും പല്ലി നീണ്ട് കൈ നഖം നീണ്ട് അങ്ങനെയുള്ളതായ പൈശാചികമായിട്ടുള്ള അവസ്ഥയില വരിക. ഈ മൂർത്തികളും ചെല്ലണത് നമ്മുടെ ദൈവങ്ങളെ എത്തിക്കാം. ആ ഗുരുമത്തച്ഛനോടുകൂടി ബന്ധപ്പെട്ടിരിക്കുന്നതായ ആ സ്ഥലത്തേക്ക് എത്തുക. അവിടേക്ക് എത്തുമ്പോൾ ഈ പ്രേതാശുദ്ധികൾ, ഒരു ദുർമരണം സംഭവിച്ചു എന്ന് വിചാരിക്കുക. ആ ദുർമരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ പ്രേതാത്മാവിനോട് കൂടി ലയിക്കാനിട്ട് ഒരുപാട് പ്രേതങ്ങളെ വരിക. കാരണം ഇവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൊള്ളരുതായ്മ കാട്ടിയിട്ട് വളരെയധികം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ആളായിരിക്കും. മരിച്ചാലും അതേപോലെ തന്നെ കൊള്ളരുതായ്മകൾ തന്നെയാണ് അവനും കാണിക്കുക. അപ്പൊ അതില് എന്താണെന്ന് വെച്ചാല് ആ പരിസരത്തുള്ള എല്ലാ പ്രേതങ്ങളും ഒരു മനുഷ്യനാണ് വെച്ചെങ്കിൽ അവരുടേതായ ഒരു സംഘം അല്ലെങ്കിൽ ഒരു സംഘടന പോലെ തന്നെ മരണപ്പെട്ടു പോയ സമയത്ത് ആ പ്രേതാത്മാക്കളൊക്കെ ആരാണ് അതിൽ ക്യാപ്റ്റൻ വെച്ചെങ്കിൽ ആ ക്യാപ്റ്റന്റെ കീഴിൽ അവർ അണിനിരക്കും. അത് നമ്മുടെ വീട്ടിലത്തെ വ്യക്തിയുടെ ഒപ്പമാണ് വെച്ചെങ്കിലോ ഇദ്ദേഹം ചെന്നിരിക്കുന്ന ഒരു സ്ഥാനം ദൈവങ്ങളെ എത്തിക്കെത്തുക. കാരണം ഗുരുമുത്തച്ഛനോട് കൂടി ബന്ധപ്പെട്ടിട്ടേ ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പ്രേതാദികളെല്ലാം അവിടേക്ക് അടിച്ചാർത്ത് ചെല്ലുമ്പോൾ അത് ശരിക്കും നല്ല കത്തി നിൽക്കുന്ന ആ തീമിക്ക് വെള്ളമൊഴിച്ച പോലെയാവും. അതിന്റെ ആ പ്രവടിയെ പോവും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാല് ആ കുടുംബ 4-ാം ഇടത്തിൽ ഏതേതൊരു മക്കളോ വ്യക്തികളോ അവളൊന്ന് തൊഴണം. സാധാരണ മനസ്സിൽ വിഷമം ഉണ്ടെങ്കിൽ നമ്മുടെ ദൈവങ്ങളുടെ അടുത്തേക്കൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിൽ തന്നെ അവർക്ക് മാനസികമായിട്ട് കുറെ നല്ലൊരു സുഖം ഉണ്ടായിരിക്കും. അപ്പൊ ഇത് പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ ദൈവങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഈ പ്രേതബന്ധങ്ങളുള്ളത് നമ്മളറിയില്ല. നമ്മൾ നേരിട്ട് നിന്നിട്ട് വിളക്ക് വെച്ച് പൂജിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രേതങ്ങൾ തന്നെയാണ്. ഈ പ്രേതങ്ങൾ ഒരിക്കലും, ഈ ദുരിതമായിട്ടിരിക്കുന്ന പ്രേതങ്ങൾ ഒരിക്കലും നമ്മളെ അനുഗ്രഹിക്കില്ല. അവർ ദുരിതങ്ങളെ ഉണ്ടാക്കുള്ളൂ. അപ്പൊ നമ്മുടെ കുടുംബ 4-ാം ഇടത്തിന് കുടുംബക്ഷേത്രത്തിൽ തന്നെ പോയി വന്നാല് നമുക്ക് അസുഖങ്ങളും അസ്വസ്ഥതകളും നിരന്തരം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ക്ഷേത്രത്തിനോടുള്ള ഇഷ്ടം പോവും. അപ്പൊ പറഞ്ഞു വന്നിട്ടുള്ളത്, ഇത്തരം ബന്ധനങ്ങളോ ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ ദൈവിക ശക്തി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒരു കർമ്മിയായാലും ആൾക്ക് നിത്യം വരുന്ന കർമ്മങ്ങളുണ്ട്, ഇഷ്ടംപോലെ കർമ്മങ്ങളുണ്ട്, പൂജകളുണ്ട്, അതുണ്ട്, ഇതുണ്ടൊക്കെ ഉണ്ട്. പിന്നെ അതൊരു അങ്ങനെ കൊണ്ട് നിലച്ചു പോവാ. പിന്നെ ആരും വരണില്ല, വന്നാലും ഒന്നും ഏൽക്കുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നോക്കി അവർ പോയി. ആ കർമ്മികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്പോ അവര് വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കർമ്മികളാന്ന് പറഞ്ഞിട്ട്. കാരണം അവരെക്കാട്ടും വലിയ ആളുകൾ കർമ്മികൾ അപ്പുറത്തുണ്ട്. അപ്പൊ ഒന്നുകിൽ ഈ വ്യക്തിയുടെ ഉയർച്ച തടയാൻ വേണ്ടിയിട്ട് അത് സ്വന്തക്കാരാവാം, അല്ലെങ്കിൽ സ്വന്തം അല്ലാത്തവരാവാം, അല്ലെങ്കിൽ സ്വന്തക്കാരുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതായിരിക്കാം. കാരണം ഇവിടെ ഉയർന്നു കഴിഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നത് കൊണ്ട് ആ സ്വന്തം കുടുംബം 4-ാം ഇടത്തിലെ കുടുംബക്ഷേത്രമായാലും ശരി അത് നശിച്ചു പോകണം എന്നുള്ളതായ സങ്കല്പത്തോടു കൂടി ആ കുടുംബകക്ഷിക്കാരാണ് ചില പ്രവർത്തികൾ ചെയ്തിട്ട് അവിടെ കൊണ്ടുവയ്ക്കുകയോ പൊടികൾ ഇടുകയൊക്കെ ചെയ്യും. അപ്പൊ എന്താ, സ്വാഭാവികമായിട്ട് ഇതിന്റെ ശക്തി നശിക്കും. അപ്പൊ ആരാണ് ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്നത് വെച്ചാൽ അവനെ നന്നായി പണി കിട്ടും. ആ പണി കിട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി അവന്റെ എല്ലാ കാര്യങ്ങളും നശിച്ചു പോകും. അതിനു വേണ്ടി മനസാക്ഷിയില്ലാത്ത ചില വ്യക്തിത്വം അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ ഇതേപോലെ തന്നെ ദുരിതങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലും ഓരോരുത്തർക്കും അനർത്ഥങ്ങള്, തൊഴിലില്ലായ്മ, ഉറക്കില്ലായ്മ, കേസ് വഴക്കൽ ഉണ്ടാകുക, അടിപിടി ഉണ്ടാകുക, അങ്ങനെയൊക്കെ വരുമ്പോ ആ കുടുംബത്തിലെ എന്താണ് ഈ ദുരിതങ്ങളും എന്ന് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാല് അവർക്ക് ഭാഗ്യം എപ്പോഴും തുണയായിട്ട് നിൽക്കും. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ പോലുള്ള എന്ത് കാര്യങ്ങൾ ചെയ്താലും അതൊരു നല്ലതായ അവസ്ഥയിലേക്ക് എത്തില്ല. അപ്പൊ ഈ പ്രേതബന്ധങ്ങളൊക്കെ അശുദ്ധികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം 4-ാം ഇടത്തായാലും ശരി, നല്ല ശക്തിയുള്ള കുടുംബമായാലും ശരി, അല്ലാത്ത കുടുംബമായാലും ശരി, അതിന്റെ ശക്തിയെല്ലാം പോയിട്ട് ദുരിതങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ അത്തരം സന്ദർഭങ്ങൾ വന്നു കഴിഞ്ഞാൽ ആരും മടിച്ചു നിൽക്കരുത്. കൃത്യമായിട്ട് നോക്കിയറിഞ്ഞിട്ട് പ്രേതബന്ധങ്ങളുണ്ട്, കുടുംബത്തിലാണോ അന്യത്തമായിട്ടുള്ളതാണോ, അത് എന്തായാലും ശരി അതിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് തിലഹോമൻ, ക്ഷേത്രപിണ്ഡ, സായുജ്യ ഇത്യാദികളൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ആ പ്രേതങ്ങളൊക്കെ നമ്മുടെ ഇതിനുള്ള പിടുത്തം വിട്ടു പോകുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും തിരിച്ചതിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുടുംബക്കാരുണ്ട് വെച്ചാൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ധർമ്മദൈവാദികളുടേതായ ശക്തി ചൈതന്യത്തിനെ ശരിക്കാക്കുക. അന്ധവിശ്വാസത്തോടു കൂടിയിട്ടുള്ളതായ കർമ്മങ്ങൾ അത് നിർത്തുക. ആ ദേവന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു നല്ലൊരു അറിവായിട്ട് തീരട്ടെ. അപ്പൊ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.